ഇത് മുഴുവൻ വിട്ടിരിക്കുക, ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. ഇതാണ് തേപ്പ്, കണ്ടോ? ഈ എന്റെ പൊന്നു തങ്കപ്പൻ ചേട്ടായി എന്താ കാണിച്ചോണ്ടിരിക്കുന്നത്? കുട്ടികൾ അത് നശിപ്പിക്കും, കുട്ടികൾ ഇത് നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചേട്ടായി ആണല്ലോ ഇതൊക്കെ ചൊരണ്ടി കളയുന്നേ. വീടിന്റെ പെയിന്റ് ഇളകുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇത് പിക്കാസോ കൊണ്ട് പൊളിച്ച് കാണിച്ചു തരുമോ ഇത് ഇങ്ങനെ ഇളകണെന്നുള്ളത്? എന്റെ പൊന്നു തങ്കപ്പൻ ചേട്ടായി തന്നെയല്ലേ ഇതൊക്കെ നശിപ്പിച്ചോണ്ടിരിക്കുന്നത്? എന്നിട്ട് പറയാ കണ്ടില്ലേ. കൊള്ളാം. ഈ ഓടിട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. ഇത് ഈ 2 മീറ്റർ മേലുള്ള ഇത് അടിയിലൊന്നും ഇല്ലാതെ ചുമ്മാ കട്ട കെട്ട് പിടിച്ചാൽ നിൽക്കുമോ? ഏത് മനുഷ്യനാണ് അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? ആരെങ്കിലും സഹായിക്കുമോ? എനിക്കത് ചോദിക്കാനുള്ളത്. ആ ഒരു മതിലുണ്ടാക്കി കൊടുക്കുന്നത് മറുനാടൻ മലയാളി എന്ന ചാനലാണ്. അവരാണെന്നാണ് അന്ന് ഇന്റർവ്യൂവിന്റെ ഇടയിൽ പറയുന്നത് ഞാൻ കേട്ടിരുന്നു. മറുനാടൻ മലയാളി ആ ഒരു സംഭവം ശരിയാക്കി കൊടുക്കാന്ന് തീരുമാനമാക്കിയിട്ടായിരുന്നു. അതായത് ഓരോ ആളുകളാ ചെയ്തിട്ടുള്ളത്. അവസാനം ഓരോ ആളുകളെ തെരഞ്ഞു പിടിച്ചിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ആളുകളെ സഹായിക്കുമോ എന്നുള്ളത്. കൊള്ളാം തങ്കപ്പൻ ചേട്ടാ, കൊള്ളാം. ഇങ്ങനെ തന്നെ വേണം കേട്ടോ. നല്ല പരിപാടിയായി പോയി. ഇതൊക്കെ മറച്ചു വയ്ക്കാനായിട്ട് ഇതൊന്നും വെളി വരുത്. രേണു സുധി പറയുന്ന കള്ളമാണ്, അവരുടെ വീട്ടുകാർ പറയുന്ന കള്ളമാണ്, ഞങ്ങൾ കൊല്ലംകാർ താമസിക്കാനാണ് വീടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞു. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. അതിലൊന്നും ഒരു അർത്ഥമില്ല. ഞങ്ങൾ പറഞ്ഞാൽ കണ്ട് കേട്ടാ മതി. ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ വീടൊന്നല്ല ഇത്. ഞങ്ങൾ കോടികൾ ചെലവാക്കി ഞങ്ങൾ ഉണ്ടാക്കിയ വീടാണിത്. ആ വീട് നശിപ്പിച്ചുണ്ടാക്കി തന്ന ആളുകൾക്കെതിരെ ഞങ്ങൾ ഇങ്ങനെ ശക്തമായി വീഡിയോസുമായി വരും. മതിലുണ്ടാക്കിയത് വേറെ ആള്, ഓടുണ്ടാക്കിയത് വേറെ ആള്, വാതിലുണ്ടാക്കിയത് വേറെ ആള്, എല്ലാം പല ആളുകൾ ഉണ്ടാക്കി വെച്ചതാ. ഒരാളുകളെ തെരഞ്ഞു പിടിച്ച് ഞാൻ എന്താക്കും? നാണം കെടുത്തും. കാരണം ഞങ്ങൾ നിങ്ങളെ സഹായിച്ച് തെറ്റായിപ്പോയി എന്ന് നിങ്ങൾ ചിന്തിക്കണം. കാണുന്നത് എന്നാന്ന് പറഞ്ഞാൽ തേപ്പ് ഉൾപ്പെടെ വെള്ളം നനഞ്ഞ് പൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിള്ളേര് നമുക്കല്ല ഞങ്ങളുടെ വീടല്ല, ഈ കുഞ്ഞ് ഈ 5 വയസ്സുകാരന്റെ കാര്യം ആര് പറയും? അവര് താമസിക്കണ്ടല്ലേ? 5 വയസ്സുള്ള ആള് താമസിക്കേണ്ട വീടാണ്. അത് എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കണം. കൊല്ലസുദ്ധി എന്നുള്ള വാക്കൊന്ന് മാറ്റി പിടിച്ചാളെ. അതാകുമ്പോ ഈ വിഷയത്തിൽ ഇനി ഋതപ്പൻ എന്നുള്ള സംഭവം വരുമ്പോ അടിപൊളിയാണല്ലോ, അതിനാണ്. ഓക്കെ, ഇപ്പൊ അവര് കാണിച്ചെന്ന ആ ഒരു ഭാഗത്ത് വെള്ളം അങ്ങനെ വന്ന് മറയുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള പെയിന്റ് ഒക്കെ ഇളകിയിട്ടുണ്ട് എന്ന് പറയുന്നത്. ഏകദേശം 11 മാസത്തോളായി വീട് വെച്ചിട്ട്. ആ വീടിന്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ തുറസായ സ്ഥലത്തുള്ള വീടാണ്. നേരിട്ടൊരു മഴയും വെയിലും കൊണ്ടുകൊണ്ടേയിരിക്കും. അവിടെ പുട്ടി വർക്ക് ഇട്ടിട്ടുണ്ട്, ആ ഒരു പുട്ടി ഇളകുന്നുണ്ട് എന്നുള്ളതാണ് ആള് ചൂണ്ടിക്കാണിക്കുന്നത്. ഓക്കെ, ശരിയായ കാര്യമാണ്. അത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോ അത് സ്വയം പരിശോധിച്ച് സ്വയം പരിഹരിക്കേണ്ട വിഷയമാണെന്ന് മനസ്സിലാക്കുക. കാരണം 25 ലക്ഷത്തോളം രൂപ വരുന്ന ഒരു സാധനമാണ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ബാക്കി വരുന്ന ചില്ലറ പരിപാടികൾ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളത് നോക്കണ്ട എന്റെ തങ്കപ്പൻ ചേട്ടാ. കിച്ചുവിനെ പോലെ തന്നെ കിച്ചുവിന്റെ അതേ രീതിയിലുള്ള ഒരു കുഞ്ഞാണ് ഋതപ്പനെ നിങ്ങൾ സംരക്ഷിക്കൂ. കിച്ചുവിന് 20 വയസ്സായി, അവൻ വലിയ കുട്ടിയായി. ഇളയ കുഞ്ഞ് 5 വയസ്സുള്ള കുഞ്ഞിനെ നിങ്ങൾ സംരക്ഷിച്ചോ, നിങ്ങൾ ഏറ്റെടുത്തു. ഇതിപ്പോ നാട്ടുകാർക്കായുള്ള പ്രശ്നങ്ങൾ മൊത്തം. കൊള്ളാം ചേച്ചി, കൊള്ളാം. എന്റെ പൊന്നു രേഷ്മ തങ്കച്ച, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളുടെ കുഞ്ഞിനെ നോക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. നിങ്ങളായിട്ടാണ് സോഷ്യൽ മീഡിയയിൽ ഓരോ ഇന്റർവ്യൂകൾ കൊണ്ട് ഇട്ട് ഈ ഒരു ലെവലിലേക്ക് എത്തിയത്. വീടും പരിസരവും വീടിന്റെ അകവും പോലും നിങ്ങൾ തന്നെയാണ് തുറന്ന് പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത്. വീട്ടിലെ അന്തേവാസികളെയും നിങ്ങൾ തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. പിന്നെ ആളുകൾ അഭിപ്രായം പറയാതിരിക്കുമോ? വല്ലാത്തൊരാൾക്കാരാട്ടങ്ങള്. നിങ്ങളെ മക്കളെ നാട്ടുകാരാണോ നോക്കേണ്ടത്? നിങ്ങളുടെ മക്കളെ നിങ്ങൾ നോക്കണം, അത്രേ പറയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും ആരും പറയില്ല കേട്ടാ. ആരെങ്കിലും ഈ യോഗ്യനായിട്ട് കയറി ചെയ്യുന്ന യൂട്യൂബ് കൂടെ രേണുചേച്ചി അങ്ങനെ പറഞ്ഞു, രേണുചേച്ചി ഇങ്ങനെ പോയി, രേണുചേച്ചി അതാണ്, രേണുചേച്ചി ഇതാണ് എന്ന് പറഞ്ഞ യോഗ്യന്മാരായുള്ള യൂട്യൂബർമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എടാ, ഈ കുഞ്ഞിനെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുമോ? നിങ്ങൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ പറഞ്ഞോ? എന്നാ യൂട്യൂബേഴ്സാടാ, നിനക്കുമൊക്കെ നീയൊക്കെ ചെറുപ്പക്കാരാണ്, നിനക്കുമൊക്കെ മക്കളും ഒക്കെ ഉണ്ടാകും. ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ എന്ന് ചോദിക്കുന്നത് ആരാണ് പറയാത്തത് എനിക്കറിയില്ല. നിങ്ങളും നിങ്ങളുടെ ഫാമിലി അവിടെ താമസിക്കുന്നതിൽ നമുക്ക് യാതൊരു പ്രശ്നമില്ല എന്ന് തന്നെയാണ് ഈ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രക്തബന്ധങ്ങളുള്ള ആളുകളല്ലാതെ പിന്നെ നാട്ടുകാരാണോ നമ്മളെ വീട്ടിൽ വന്ന് താമസിക്കേണ്ടത്? അല്ല. നിങ്ങളുടെ മകളുടെ മക്കൾക്ക് കൊടുത്ത വീട്, അതായത് മക്കളുടെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് രേഷ്മയുടെയും കൂടി വീടാണ്. രേഷ്മയുടെ ആരവിടെ താമസിച്ചാലും ആർക്കും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ ചില ആളുകൾ കമന്റ് ഇടും, നിങ്ങൾ കണ്ടല്ലോ, ചില ആളുകൾ കമന്റ് ഇടുന്നുണ്ട്. ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം അവിടെ ഉപയോഗിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ എടുത്ത വീഡിയോ അല്ലേ എന്റെ പൊന്ന് തങ്കപ്പൻ ചേട്ടാ. അവരതും ഇതൊക്കെ പറയുന്നത് കാര്യമാക്കാതിരിക്കുക നല്ലത്. കാരണം
നിങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇനി ബാക്കോട്ട് പോകാൻ തയ്യാറല്ല. പിന്നെ ഇപ്പൊ എന്ത് ചെയ്യാനാ? ഋതപ്പനും കിച്ചും അതേപോലെ രേഷ്മ തങ്കച്ചനും തങ്കച്ചന്റെ ഫാമിലിയും പിന്നെ കൊല്ലസുധിയുടെ ഫാമിലി ആ വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നുമില്ല. അത് നിങ്ങളുടെ വീടാ. നിങ്ങളുടെ വീടാവുമ്പോ അത് നിങ്ങളുടേതായ രീതിയിൽ നോക്കണം. നിങ്ങൾക്ക് കിട്ടിയ വീടാണ് അല്ലേ? നിങ്ങൾ അത് തന്നെയല്ലേ പറയുന്നത്? അപ്പൊ അതിന്റെ മെയിൻ്റെനൻസ് നിങ്ങൾ തന്നെ നോക്കുക, വേറെ നാട്ടുകാർ നോക്കാൻ പറ്റും. ഈ നിങ്ങൾ വീടിൻ്റെ അകത്തെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു വൃത്തിയില്ല അതില്ല. അപ്പം പുറത്തും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കള്ളമാണ് ഞാൻ പറഞ്ഞ കള്ളമാണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽ പപ്പായ്ക്കാണ് അറിയുന്നത്. പപ്പ അത് കാണിച്ചു തരും. ഞാൻ അങ്ങോട്ടൊന്നും പോയില്ല, എനിക്ക് ഷൂട്ടിന് പോകാൻ ഞാൻ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ പപ്പ ബാക്കി കാണിച്ചു തരും, കാണുക. നല്ല ആളുടെ കയ്യിലാണ് ഏൽപ്പിച്ചു പോണത്, പപ്പായുടെ കയ്യിലാണ് ഏൽപ്പിച്ചു പോകുന്നത്. പപ്പായി ഒന്ന് രംഗപ്രവേശനം നടത്തിയതിന് ശേഷമാണ് നിങ്ങൾ എയറിൽ നിന്നും എയറിന്റെ അങ്ങേയറ്റം ശൂന്യാകാശം കടന്ന് ഇപ്പൊ ശാസ്ത്രജ്ഞന്മാര് ഭൂമിയെ പോലെ നല്ല ഗ്രഹം ഉണ്ടോ നോക്കാൻ നോക്കുമ്പോഴത്തേനും തങ്കപ്പൻ ചേട്ടൻ അവിടെ തീണ് അമ്മാതിരി ശൂന്യാകാശത്താണ് നിൽക്കുന്നത്. തങ്കപ്പൻ ചേട്ടന്റെ കയ്യിലാണ് ഏൽപ്പിച്ചത്. സ്വന്തം വീട്ടിലത്തെ പ്രോബ്ലംസ് പറയാൻ പോലും സമയമില്ല, ഷൂട്ടിന് പോവുക. കൊള്ളാം തങ്കപ്പൻ ചേട്ടൻ, പറ. ഈ ഭിത്തി ഒന്ന് നോക്കും, ഈ നനയുന്ന വശം മുഴുവൻ തേപ്പും ഈ പെയിൻറ്റും പോകുന്നത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞാൻ തൊട്ട് കാണിക്കാം. ഇങ്ങനെ ഇനിയിപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ആൾക്കാർക്ക് പെട്ടെന്ന് ഓർക്കും പിള്ളേർ വല്ല മാന്തി പറിച്ചാണ്. പിള്ളേർ മാന്തി പറിക്കുന്നില്ല, ഇത് കണ്ടോ, ഇതാണ് തേപ്പ്. നിങ്ങൾ ഓർക്കും പിള്ളേര് മാന്തി പൊളിക്കണതാണെന്ന്. അല്ല, തങ്കപ്പൻ ചേട്ടൻ തന്നെയാണ് അതൊക്കെ നുള്ളിപ്പറിക്കുന്നത്. കണ്ടില്ലേ, കുട്ടികൾ അങ്ങനൊന്നും ചെയ്യില്ല. പക്ഷെ തങ്കപ്പൻ ചേട്ടൻ അതൊക്കെ പൊളിച്ച് മാറ്റി കാണിച്ചു തരിക. ഇതാ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്. കൊള്ളാം, കണ്ടോ? ഇത് നിങ്ങൾ കാണണം, ഇത് നിങ്ങൾ കാണണം. ഇതാണ് ഈ വീട് തേച്ച് വെച്ചിരിക്കുന്ന സാധനം. നിങ്ങൾ കണ്ട എൻ്റെ ചുമ്മാ എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ വയ്ക്കുമ്പോൾ ഇത് പോവുക. എന്റെ പൊന്നു തങ്കപ്പൻ ചേട്ടാ, ഒന്നും പറച്ച് പുറത്തിടല്ലേ. എന്ത് മനുഷ്യന്മാരാ. വീട്ടിലൊരു ചെറിയ അപാകത ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നല്ലാതെ അത് നാട്ടുകാരെ വിളിച്ച് കാണിച്ചു കൊടുത്തിട്ട് മാന്തി അങ്ങ് പൊളിക്കുക. ഇത് പിള്ളേര് നശിപ്പിക്കുന്നതാണ് വിചാരിച്ച. അല്ല, പിള്ളേരല്ല, തന്തപ്പടി നമ്മള് തങ്കപ്പൻ ചേട്ടനാണ് നശിപ്പിക്കുന്നത്. എന്താണ് എന്റെ തങ്കപ്പൻ ചേട്ടൻ, അത്ര പ്രായമായിട്ട് ഈ ബോധമൊന്നും വന്നില്ലേ? ഇങ്ങനെ പോയി ഇത് മുഴുവൻ വിട്ടിരിക്കുക. ഈ ഭിത്തി മുഴുവനും ഇതുപോലെ വിട്ടിരിക്കുക. എനിക്ക് ഞങ്ങൾക്കോ എൻ്റെ പിള്ളേർക്കോ ഈ ഇത് പറഞ്ഞ് ഇത് ഉണ്ടാക്കിയ ആളെ എഴുത്താനൊന്നും ഒരു പിന്നെ കാര്യമില്ല. ഇല്ല, ഒരു കാര്യമില്ല. അത് കാണുമ്പോൾ തന്നെ അറിയുന്നില്ലേ, ഇതേപോലെയാണ് അകർന്നു പോകുന്നത് പറഞ്ഞിട്ട് അതിനുള്ളിൽ വരലിട്ടിട്ട് അകത്താണ്. അത് ശരി, അപ്പൊ അതേപോലെയാണ് അകന്നു പോയത്, അടർന്നു പോന്നിട്ടുള്ളത് എന്റെ ചേട്ടാ. ഇത് ചെയ്ത ആളുകൾ ഞങ്ങൾ കേൾത്തുന്നില്ലേ? ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ലല്ലോ. ആരെയും ഇകഴ്ത്തിയിട്ടില്ല കേട്ടോ, ആരെയും ഇകഴ്ത്തിയിട്ടില്ല. അങ്ങനെ ഈഴത്തുന്ന ഒരാളുമല്ല ഞങ്ങൾക്ക് ദാനമായിട്ട് കുഞ്ഞുങ്ങൾക്ക് തന്നൊരു വീടല്ലേ എന്ന് ഓർത്ത് ഞങ്ങളിത് ഇക്കണ്ട കാര്യമെന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുമായിരുന്നു. പക്ഷേ ഇപ്പം നമ്മളിത് ഇത് പറയാനും ഇത് വീഡിയോ എടുത്ത് ഈ ലോകരെ അറിയിക്കാൻ ഈ പൈസ മുടക്കി വരുന്നത് കാണണം. ഞങ്ങളെ മാത്രം തെറിയും ചീത്തയും വിളിക്കുകയും കുറേ യൂട്യൂബർമാരുടെ കൂടെ നിന്ന് ഇതുണ്ടാക്കിയ ആൾ കൂടെ ഫിറോസ് എന്ന് പറഞ്ഞ KHDC അയാളെ ഞങ്ങൾ ദൈവത്തെ പോലെ ഞാൻ പിന്നെ മനസ്സിലാക്കിയൊരു മനുഷ്യനാണ്. പിള്ളേർക്കൊരു വീട് തന്നെന്നും പറഞ്ഞു അങ്ങനെ ഞാൻ കരുതിയൊരു വ്യക്തി. അദ്ദേഹത്തിന് സാറേ എന്നല്ല ഞാൻ അഭിസംബോധന ചെയ്തിട്ടില്ല, അറിയോ? എന്റെ പൊന്നോ, നീ ആ വാക്ക് ഉപയോഗിക്കല്ലേ, സാറേ എന്നല്ലാതെ അഭിസംബോധന ചെയ്തിട്ടില്ല എന്നുള്ളത്. ഇതിപ്പോ പൊക്കലും ഊക്കലെ കണ്ട് ഒരുമിച്ചിട്ടാണല്ലോ ഇതിന്റെ തങ്കപ്പൻ ചേട്ടൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഫിറോസ്കോ വിചാരിക്കേണ്ട പോലെ ഇടുത്തി തല വീണ് ചത്തുപോയാൽ മതി എന്നുള്ളത്. ഒരു സഹായം സഹായിച്ചപ്പോ അതോടുകൂടി ആളുടെ ആഫീസ് കൂട്ടി ആളെ നാണം കെടുത്തിട്ട് പറയാ ഞങ്ങൾ ആരും നാണം കെടുത്തിട്ടൊന്നുമില്ല, ദൈവത്തെ പോലെ കണ്ടു എന്നുള്ളത്. തങ്കപ്പൻ ചേട്ടൻ തുടരെ. അങ്ങനെയുള്ളൊരു വ്യക്തി ഇതുപോലുള്ള പണി കാണിച്ചിട്ട് ഇപ്പം സോഷ്യൽ മീഡിയ വഴി വന്ന് രേണു പറഞ്ഞത് കള്ളമാണ്, ചോരുന്നില്ല, അത് 200% എനിക്ക് ഉറപ്പുണ്ടെന്ന്. പുള്ളി ഇത് വന്ന് കണ്ടിട്ട് ഈ സാധനം ഒന്ന് വന്ന് കണ്ടിട്ട് ഇതൊന്ന് അന്ന് ഇതൊന്ന് ശരിക്കും എടുത്ത് ഇത് കണ്ട ഇത് മുഴുവൻ ഇതുപോലെ ഇളകിയിരിക്കുക. ഞാനത് ചേട്ടാ ഒരു JCB എടുത്ത് മാന്തി പൊളിച്ചിട്ട് കാണിച്ചു കൊടുക്കുക, ഇത് നന്നായിട്ട് ഇളകുന്നുണ്ട് എന്നുള്ളത്. ഇതൊന്ന് ശരിക്കും കാണിച്ചു കൊടുക്കുന്നത്, ഇടിച്ചിട്ടൊക്കെ പൊളിച്ചെടുക്കണം. സ്വന്തം വീടല്ലല്ലോ, ദാനം കിട്ടിയ വീടല്ലേ, പൊളിക്കാലോ. സ്വന്തം വീടാണെങ്കിൽ ആരെങ്കിലും ചെയ്യോ? അങ്ങനെ പൊളിഞ്ഞു വീഴുമ്പോ അടർത്തി അങ്ങ് എടുക്കുക. ഇതൊരു ഡയലോഗ് അടിക്കുക, ആർക്കും ഇങ്ങനെ വീട് വെച്ചു കൊടുക്കല്ലേ എന്നുള്ളത്. നാളെ ചിലപ്പോ റോഡ് റോളർ കൊടുത്തിട്ട് എന്താ ഈ വീട്ടിൽ കൂടെ നടക്കാൻ പോലും പറ്റുന്നില്ല, റോഡ് റോളർ പോകുമ്പോ പൊളിഞ്ഞു പോവാണെന്ന് പറയും. മിക്കവാറും ചെയ്യും. കുട്ടികളല്ല, കുട്ടികളെക്കാൾ മേല് തങ്കപ്പൻ ചേട്ടന്റെ കീഴെ അവരാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗം മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് പിടി കിട്ടും. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇരിക്കുകയാണ്. ഇനി അതിന്റെ ബാക്കി വശം നോക്കാം. ഇതെന്താ ഹോം ടൂർ വല്ലാത്തൊരു ടൂറായി പോയിട്ടാ. അവിടെ വന്നിട്ട് ഇത് കണ്ടില്ലേ, ഇത് കണ്ട, ഇത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്ത സ്ഥലം എന്തത്, വല്ലാത്ത മനുഷ്യൻ തന്നെ. അതവിടെ ഇരുന്നോട്ടെ, എന്തിനാ അത് പോയി അടർത്തിയെടുക്കുന്നത്?
എടോ നിക്കണത്തോളം കാലം അതൊക്കെ നിക്കട്ടെ, അടർത്തി എടുത്തിട്ട് നശിപ്പിച്ചിട്ടാണോ അതൊക്കെ ഡെമോ കാണിച്ചു കൊടുക്കുക? ഓക്കെ, അടുത്ത ഭാഗം വെളിച്ചപ്പാട് പോണ പോലെ ഒരു പോക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഹോം ടൂർ വീണ്ടും കാണാം. ബാക്കി വശം കംപ്ലീറ്റ് തേപ്പും പോകുന്ന ഇത് ഞാൻ കാണിച്ചു തരാം. അതുപോലെ അതിവിടെ വന്നു കഴിഞ്ഞാൽ മതിലിൻ്റെ കാര്യം പിന്നെ പറയാം. അതുപോലെ ഇവിടെ ഒരു മതിൽ ഇതാരോ സ്പോൺസർ ചെയ്തെന്ന് അന്ന് അറിയുന്ന ആരാന്നും എനിക്ക് വ്യക്തമല്ല. ആ സ്പോൺസർ തന്നത് ആരാണെന്ന് വ്യക്തമൊന്നല്ല. സ്പോൺസർ തന്ന ആള് അല്ല ഇടുത്തി വീണ് ചത്തു പോയിക്കോട്ടെ എന്നാണ് ഇപ്പൊ ആളും ആഗ്രഹിക്കുന്നുണ്ടാവുക. നല്ല സ്വഭാവമുള്ള ആളുകൾക്ക് അടിപൊളി മനുഷ്യന്മാർക്ക് ഉണ്ടാക്കി കൊടുക്കണം. എന്തായാലും ദാനം കിട്ടിയ പശുവിന്റെ പല്ല്, എല്ല്, പിന്നെ പൂട ഒക്കെ എണ്ണിക്കൊണ്ടാണ് ഇവരിയ്ക്കുന്നത് കേട്ടോ. ഈ മേളത്തെ ഇങ്ങനെ ഈ 2 കൂര പോലെ പണിതിരിക്കുന്നത് ഷോയും എല്ലാം നല്ലോണം വായു എല്ലാം കയറും. ഇവിടെ ഒരു ഗ്ലാസ് ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നിന്നുള്ള എറിച്ചിലകത്തോടെ അതൊന്ന് അതിനി പോട്ടെ, ഒരു ഗ്ലാസ് ഇട്ടല്ല ഞങ്ങൾ പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചോളാം, അത് അവരുടെ കുറ്റം പറയുന്നില്ല. പക്ഷെ അതവരെ കുറ്റം പറയുന്നില്ല, പക്ഷെ നാട്ടുകാർ കാണട്ടെ, അത്രല്ലേ. നിങ്ങൾക്ക് അവിടെ ഒരു ഗ്ലാസ് ഒട്ടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഗ്ലാസ് അങ്ങ് ഒട്ടിക്കിന്റെ പൊന്ന് തങ്കപ്പൻ ചേട്ടാ. അല്ലാതെ അവരത് ചെയ്തതൊന്നും കണ്ടില്ലേ? ഈ വീടിന്റെ ഫോട്ടോ ആണ് ഇപ്പൊ ഇവിടെ സൈഡിൽ കാണുന്നത്. എന്ത് മനോഹരമായ വീടാ നോക്കിയേ, കിടിലം വീടല്ലേ. ഈ ഒരു വീടിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ളാം. അർഹതയില്ലാത്തവർക്ക് എന്താ അംഗീകാരം കിട്ടിയാൽ അർദ്ധരാത്രിയിൽ എന്തോരം ഉണ്ടാവും, കുട ചൂടുന്നോ അങ്ങനത്തെ സംഭവമില്ലേ? അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ ഈ ഓട് ഇട്ടിരിക്കുന്ന ഇത് മേളിൽ ഒരു വീതി, താഴെ വീതി കുറവ്. അപ്പോൾ അവിടെ നിന്ന് ഓടിട്ട് ഇവർ നേരെ കിടക്കണതാണ്. ഓടിട്ട് അവിടം വരെ വന്നപ്പോഴത്തേക്കും വീതി കുറഞ്ഞു വരുന്നപ്പോൾ വെട്ടി ഓടിട്ട് അപ്പോൾ ഇടയ്ക്ക് പൊങ്ങി താന്ന് നിൽക്കുന്നത്. കാറ്റടിക്കുമ്പോൾ ഇതിൻ്റെ ഇടവഴിയെ ഓടിൻ്റെ ഇടവഴി പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഓടിൻ്റെ ഇടവഴി അതിനകത്ത് ആ മുറിയിലും വെള്ളം വീഴുന്നുണ്ട്. ഇതാ ഞങ്ങൾ ഈ നനയെന്ന് പറഞ്ഞാൽ, അല്ലാതെ വാർക്ക നനയുന്നതിൻ്റെ കാര്യമല്ല. പിന്നെ ഓക്കെ, ഇതാണ് ഞാൻ നനയുന്നത് എന്ന് പറഞ്ഞു. അതായത് വാർക്ക നനയുന്നതിന്റെ അല്ല എന്ന് പറയുന്നത്. അപ്പൊ ഓടിട്ട ആൾക്കും സമാധാനമായി ഉണ്ടാവുമല്ലോ, ഓട് സ്പോൺസർ ചെയ്ത ആൾക്കും സമാധാനമായി ഉണ്ടാവുമല്ലോ, ആ ഒരു പണിയിൽ പണിക്കൂലി പോലും വാങ്ങാതെ പണിയെടുത്ത ആളുകൾക്ക് സമാധാനമായി ഉണ്ടാവുമല്ലോ. സമാധാനമായിട്ട് അവിടെ ഇരിക്കും. വേറെ എന്തോ ഒരു സാധനം പോയി കാണിച്ചു തരുന്നുണ്ടേ. വാർക്ക ഒരിടത്ത് ലീക്കുണ്ട്, അത് കാണിക്കാം. എന്തൊരു ശുഷ്കാന്തി നോക്കിയ ഓട്ടത്തിനല്ലേ. ആരോ ഉണ്ടാക്കി തന്ന വീട്ടില്, ദാനം കിട്ടിയ വീട്ടില് ഇതാ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഉണ്ടാക്കി തന്ന ഇടുത്തി വീണ് ചാവട്ടെ എന്ന് പറയുന്നതിന് തുല്യാണ്. അല്ല തൊട്ടടുത്തല്ല നമ്മുടെ ചാച്ചി നിൽക്കുന്ന ഷൂട്ടിന് പോകാണ്ടെന്ന് പറഞ്ഞു നിന്നതാണല്ലോ, പോണില്ലേ? അത് ശരി. ഇപ്പം മഴയില്ലാത്ത കൊണ്ടാണ്. നല്ല മഴ വരുമ്പോൾ ഇത് ഇങ്ങനെ അവിടെ ഒരു പൊട്ട് പോലെ ഇങ്ങനെ ഇത്രയും ഭാഗം ഈ ബീമിൻ്റെ അടി തൊട്ട് ഇവിടെ ഇങ്ങനെ ലീക്ക് വന്നിരിക്കുന്നത്. ഇത് കണ്ടോ, ഇതിൽ വെള്ളം ലീക്കുന്നത് ഇങ്ങനെ ഒരു ലീക്കുണ്ട്. അങ്ങനെ ഒരു ലീക്ക് ഉണ്ട്. ഇപ്പൊ സുന്ദരക്കില്ലാടി കിണർ വയ്ക്കാൻ പോയ പോലെ അങ്ങോട്ട് തൊരണ്ടി എടുക്കണൊക്കെ അങ്ങനെ മാന്തി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പൊളിഞ്ഞു പോവില്ല ചേട്ടാ. സ്വന്തം വീട് ആരും അങ്ങനെ ചൊരണ്ടി ഒന്നും കാണിക്കില്ല. ചൊരണ്ടി അങ്ങ് എടുക്കുക പുറത്തേക്ക്. കൊള്ളാം. ഞാൻ വീണ്ടും പറയുന്നു, ഇതിൻ്റെ അടിത്തറ കെട്ടിയതും ഭിത്തിയും കോൺക്രീറ്റും നല്ല പണിയായിരുന്നു. എനിക്കത് പറയാം. എനിക്ക് പണി അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് അത് അന്തസ്സായിട്ട് തന്നെ അവർ പണി. അയ്യോ രേണു പറഞ്ഞു കേട്ടാ, രേഷ്മ ചേച്ചി പറഞ്ഞു നിങ്ങൾ കേട്ടാ, തറ ഉറപ്പുള്ളത് കൊണ്ട് തലേ വീഴില്ല, അതെന്നെ വലിയ ഭാഗ്യെന്ന്. തല വീഴില്ലായിരിക്കാം, അതാണ് കളിയാക്കല. അയ്യോ ഇവർക്കൊക്കെ വീട് വെച്ച് കൊടുത്ത ഫിറോസ്ക്ക, നിങ്ങൾ എടുക്കുന്ന തീരുമാനം കറക്റ്റാ, നല്ലതാ. ആർക്കും ഇനി വീടൊന്നും വെച്ച് കൊടുക്കണ്ട. കാരണം ഇമ്മാതിരി ആളുകളാവും, കിട്ടിക്കഴിഞ്ഞാലാണ് ഇവരുടെയൊക്കെ സ്വഭാവം കാണുക. നിങ്ങൾ ഒരു കാര്യം അറിയോ, ഈ കൊല്ലം സുധി എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, കടം വാങ്ങി ഒരു വിധമായ മനുഷ്യനാ. എന്തിനാ കടം വാങ്ങിയത് അറിയോ? ഫാമിലിയിലുള്ള പ്രശ്നങ്ങൾ കാരണം കടം വാങ്ങിയതാ. ആ കടം വാങ്ങിയത് ഒന്ന് ഈ ചങ്ങായില്ലേ തങ്കപ്പൻ ചേട്ടന്റെ ഓപ്പറേഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാ കടം വാങ്ങിയതെന്ന് അദ്ദേഹം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്. മഴ പെയ്താൽ അകത്ത് വെള്ളം വീഴുന്ന വീട്ടിൽ താമസിച്ചിരുന്നവരാ, ഫുള്ള് വാടക വീട്ടിൽ താമസിച്ചിരുന്ന ആളുകളാ. ഒരു വീടൊന്നും സ്വപ്നം പോലും കാണാൻ കഴിയാത്ത ആളുകളായിരുന്നു. അവർക്കൊരു വീട് കിട്ടിയപ്പോൾ കണ്ട അവസ്ഥയാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ ഒരു വീട് വെച്ച് തരുമ്പം അത് ആ നിസാരം, ആ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് തരാതെ ഞങ്ങളെ വെറും വെറും നികൃഷ്ട ജീവികളെ പോലെ എണ്ണുകയും അവിടെ താമസിക്കുന്ന കൊണ്ട് ഇവർക്ക് സങ്കടം. ഇയാൾക്ക് KHDC സങ്കടപ്പെട്ട കാര്യമില്ല. നിങ്ങൾ പണം മുടക്കി വീട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നന്ദി സ്നേഹവും ഞാൻ കൊണ്ടുവന്നേ. ഞങ്ങൾ ഇതുപോലെ അവിടെ കയറി ആക്ഷേപിച്ചുകൊണ്ട് മാത്രം ഇതിട്ട്, ഇല്ലെങ്കിൽ മരണം വരെ മിണ്ടത്തില്ല. എന്താണ് തങ്കപ്പൻ ചേട്ടാ, പിണങ്ങല്ലേ ചേട്ടാ? അവരെ യാതൊരു രീതിയിലും നാണം കെടുന്നില്ല, വെറുപ്പിക്കുന്നില്ല എന്നാ പറയുന്നത്. എന്നിട്ടാണ് ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ. എല്ലാത്തിന്റെ ഇടയിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ടെന്ന് ദയവ് ചെയ്തതിന്റെ ചേട്ടാ ഇനി പറയല്ലേ. തങ്കപ്പൻ ചേട്ടാ, നിങ്ങൾ ഇനി നന്ദിയുടെ വാക്ക് പോലും ഉച്ചരിക്കാൻ അർഹതയില്ല. നിങ്ങൾക്ക് അതിന് അർഹതയില്ലടോ. അമ്മാതിരി ഡയലോഗ്, അമ്മാതിരി കാണിച്ചു കൂട്ടല കാണിച്ചിരുന്നത് കഴിഞ്ഞിട്ടില്ല, ഇനിയും കിടക്കണം കണ്ട്.
അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടെ നിന്ന് പുള്ളി പോലെ പൊടിഞ്ഞ് നിൽക്കുന്ന പറഞ്ഞാൽ മേളിൽ ഈ പാരപ്പറ്റിൻ്റെ അവിടെ 2 സൈഡും ഇങ്ങനെ കെട്ടിട്ട് മേളിൽ തേച്ച് ഇത് മുഴുവൻ പോയിട്ട് 2 സൈഡും വിള്ളൽ വിള ആ സിറ്റൗട്ടിനെ അവിടെ പൊളിച്ച് കാണിക്കുന്ന പോലെ നിൽക്കുകയാണ് ഈ ഭിത്തിയുടെ ഇവിടെ. അപ്പോൾ ഈ അടിഭാഗം പോകാത്തതെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ വെള്ളം ഇറങ്ങി കഴിയുമ്പോഴേ അത് പോകത്തുള്ളൂ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ബാക്കി ഒഴുകുന്ന ഭാഗം പോകുന്നുണ്ട്. അങ്ങനെ ഇത് മൊത്തം പോകുന്നേ പറഞ്ഞുള്ളൂ. അതിനെന്താ മാർഗ്ഗം എന്താ വെച്ചാൽ ഞങ്ങളെ കൊണ്ട് ഒരു നിവൃത്തിയില്ല. പിന്നെ ഇവിടെ താമസിക്കുക വേണ്ടത് ഞങ്ങൾ തീരുമാനിക്കട്ടെ, അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യുമ്പോൾ ഞങ്ങളത് ചെയ്തോളാം, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത്തരം കാര്യം ഞാൻ പറഞ്ഞത് സത്യസന്ധ കാര്യമാണ്, വോയിസ് അല്ല, കാണിച്ചിട്ടാണ് പറയുന്നത് കൂടെ ജനങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് ഇനി ഇതിനെക്കുറിച്ച് വേറെ കാര്യം ഒന്നും പറയാനില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ വഴി ഇടുകയോ ഇനി ഞങ്ങളെ ആക്ഷേപിക്കുകയോ ചെയ്തു, ഞങ്ങൾ വരുന്നില്ല. പിന്നെ ശരി ആ വീടിന്റെ മുകളിൽ പുട്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പുട്ടി അടർന്നു പോയിട്ടുണ്ട്. നല്ല ശക്തമായ മഴ നേരിട്ട് അടിക്കുന്ന സ്ഥലമായതുകൊണ്ട് പുട്ടി പോയിട്ടുണ്ട്. എന്റെ വീടിന്റെ സൈഡിലും പുട്ടി പോയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മഴ ഡയറക്റ്റ് അടിക്കുന്നത് കൊണ്ട് തന്നെയാണ്. അത് തീർച്ചയായിട്ടും അങ്ങനെ മഴയും വെയിലും നേരിട്ട് കൊള്ളുന്ന സ്ഥലത്ത് അങ്ങനെ സംഭവിക്കും. നിങ്ങൾക്കൊരു വീടുണ്ടാക്കി തന്നു കഴിഞ്ഞാൽ ആ വീട് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ വീടാണല്ലോ. നിങ്ങളാണ് ഇതിന്റെ ബാക്കി മെയിൻ്റെനൻസും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. 25 ലക്ഷം രൂപ ഒന്നും ആ മെയിൻ്റെനൻസിന് നിങ്ങൾക്ക് ചിലവാകില്ലല്ലോ, ചില്ലറ പൈസ ചിലവാകുള്ളൂ. പിന്നെ ഞാൻ പണിക്കാരനാണ്, മേസ്ത്രി പണിക്കാരൻ, ലോകത്തിലെല്ലാം പണി അറിയും എന്ന് പറയുന്നത് തങ്കപ്പൻ ചേട്ടൻ തന്നെയാണ് ഈ കിടന്നിട്ട് സംസാരിക്കുന്നത് എന്നുള്ളതാ. അപാകതകൾ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ചൂണ്ടിക്കാണിക്കുക തന്നെ വേണം. ഈ അപാകതകൾ നിങ്ങൾ നേരിട്ട് വിളിച്ച് സംസാരിച്ച് തീർക്കേണ്ട വിഷയമായിരുന്നു. ഈ മോട്ടർ പോയി, ബൾബ് പോയി എന്ന് പറഞ്ഞ് നിരന്തരം വിളിച്ച് ശല്യം ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾ പിന്നെ ഫോൺ എടുക്കേണ്ട തങ്കപ്പൻ ചേട്ടാ. നിങ്ങളുടെ ഏകദേശം ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ഞങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലായി. ഈ വീഡിയോ എന്നല്ല, നിങ്ങളുടെ ഇന്റർവ്യൂകൾ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. കളയിപ്പോ കണ്ടോ ഞാൻ ചുമ്മാ ഇത് എത്ര ദിവസം നിൽക്കും നിങ്ങൾ തന്നെ പറ. ഇവിടെ നനയാത്ത സ്ഥലമാണ്. ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് സ്വന്തം വീടാണ് ആ ചൊരണ്ടി കളയുന്നത്. സ്വന്തം വീടല്ല, അത് ദാനം കിട്ടിയ വീടാണല്ലോ. ദാനം കിട്ടിയ വീട് നമുക്ക് എന്തും ചെയ്യാലോ എന്നുള്ളതാവും. സ്വന്തം കയ്യിൽ നിന്ന് പൈസ ഇറക്കിയിട്ട് ഉണ്ടാക്കിയ വീടാണെങ്കിൽ താങ്കൾ ഇങ്ങനെ കാണിക്കില്ല. എന്നിട്ട് കുട്ടികൾ അത് ചെയ്യും ഇത് ചെയ്യുമെന്ന് പറയുന്നത് പ്രായമായ ഈ തങ്കപ്പൻ ചേട്ടനാണ് ഇതൊക്കെ പൊളിച്ച് പറിച്ചെടുക്കുന്നത് എന്നുള്ളതാ. കൊള്ളാം തങ്കപ്പൻ ചേട്ടാ, കൊള്ളാം. ഫിറോസ്ക, നിങ്ങൾ പറഞ്ഞ ശരി. ഇനി ആരെയും സഹായിക്കാതിരിക്കുക തന്നെയാണ് നല്ലത്. ഇതൊക്കെ കണ്ടുകൊണ്ട് ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചതിന് മുന്നിൽ നിന്ന ഫ്ലവേഴ്സ് ഇപ്പൊ തലയെ കൈവച്ചിരിക്കുന്നുണ്ടോ? പാവം ആ ബിഷപ്പ് ആ ഭൂമി കൊടുത്തത് അല്ലേ അബദ്ധായി എന്ന് ഇപ്പൊ ആലോചിക്കുന്നുണ്ടോ? അത്രമാത്രം ആ ഒരു പറയുന്നില്ല, നാണം കെടുത്തി നാരായണക്കല്ല് എടുപ്പിച്ച് വെച്ചിട്ട് പറയാം ഞാൻ ആരെയും ഒന്നും കുറ്റം പറയില്ല, എല്ലാവരോടും എനിക്ക് നന്ദിയുള്ളൂ എന്നുള്ളത്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എനിക്ക് നന്ദിയുള്ളൂ. താല്പര്യമുള്ള ആളുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കന്റെ ടിങ് ടിങ് അടിച്ച് കൂടെ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതുവരെ സന്ദീപ് സൈനിങ് ഓഫ്.